നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കൈയായ ഡേവിഡ് ആഞ്ചലോട്ടി കൂടെയുണ്ടാവില്ല എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണല്ലോ. എന്നാൽ ഇപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ഡേവിഡ് ആഞ്ചലോട്ടി കാർലോ ആഞ്ചലോട്ടിക്കൊപ്പം ഉണ്ടാകും ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക്, ആദ്യത്തെ 2 കളികൾക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ പോകുമെന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, ഡേവിഡ് ആഞ്ചലോട്ടിയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ വലം കൈയായിട്ട് അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അദ്ദേഹം അസിസ്റ്റൻ്റ് കോച്ച് സ്ഥാനത്തേക്ക് 2016-17 ബയേൺ മ്യൂണിക്ക് തൊട്ട് തുടങ്ങിയതാണ്. ബയേണിലും നാപ്പോളിയിലും എവേർട്ടണിലുമൊക്കെ അദ്ദേഹം അസിസ്റ്റൻ്റ് കോച്ചായിരുന്നിട്ടുണ്ട്. ഇപ്പോഴിതാ റയൽ മാഡ്രിഡിലും അദ്ദേഹം അസിസ്റ്റൻ്റ് കോച്ചായിട്ട് 2021 മുതൽ ആഞ്ചലോട്ടിക്കൊപ്പം വർക്ക് ചെയ്യുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഇനി സ്വതന്ത്ര കോച്ചായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിതാവിൻ്റെ കോച്ചിങ് ടീമിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നത്. ഇപ്പോൾ സ്പാനിഷ് മാധ്യമം ഡിയാരിയോ എസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിയാരിയോ എസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡേവിഡ് ആഞ്ചലോട്ടി കറൻലി റേഞ്ചേഴ്സുമായിട്ട് സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ്. റേഞ്ചേഴ്സ് നമുക്കറിയാം, ഗ്ലാസ്ഗോ ബേസ്ഡ് സ്കോട്ടിഷ് ക്ലബ്ബാണ്. ആ ക്ലബിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് അദ്ദേഹം മാറാൻ പോകുന്നു. അദ്ദേഹം കാർലോ ആഞ്ചലോട്ടിക്കൊപ്പം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ആദ്യ 2 മത്സരങ്ങൾ, ഇപ്പോൾ കോച്ച് വന്നിട്ട് ജൂണിൻ്റെ തുടക്കത്തിൽ 2 കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുന്നുണ്ടല്ലോ. ആ മത്സരങ്ങൾക്ക് അസിസ്റ്റൻ്റ് കോച്ചായിട്ട് ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം തൻ്റെ സ്വന്തമായിട്ടുള്ള ഹെഡ് കോച്ച് കരിയർ ആരംഭിക്കും. കോമോ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ റേഞ്ചേഴ്സാണ് കൂടുതൽ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ഡിയാരിയോ എസ് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.